Welcome, dear students. Hope you all are safe and also fine. We are continuing the chapter, revision of the chapter, that is control and coordination. So, this is the second lecture of the chapter. The previous class, we already studied about how a sensory input comes to our body and how our body reacts to that. Already we seen that the central nervous system and the spinal cord plays a major role in this uh, sensation. Okay, so today we are going to study or we are going to discuss the nervous system. Okay, the nervous system is important in this sensory sensations. So we are going to study how what are the parts of the nervous system and how the nervous system helps to react with the sensations, etc. Okay, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നെർവസ് സിസ്റ്റമാണ് ഈ നമ്മുടെ പ്രതിപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ എന്തെങ്കിലും എന്താ ഡേഞ്ചേഴ്സൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചൂടുവെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൈ വലിക്കണം അല്ലെങ്കിൽ അടുത്തൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ തരുന്നത് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിലി ഈ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യുകയാണ്. ഓക്കെ, സോ നെർവസ് സിസ്റ്റം can be divided into two types, that is central nervous system and the peripheral nervous system. So the central nervous system includes brain and the spinal cord, and the peripheral nervous system include the nervous system in the all body parts. Okay, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബോഡിയായിട്ട് ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കേട്ടോ, സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് പേരാണ്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബാക്കി അവരുടെ ബ്രാഞ്ചസ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഈസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആൻഡ് ദി സൊമാറ്റിക് നെർവസ് സിസ്റ്റം. Autonomic nervous system communicates with the internal organs and glands. ദ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ല ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ഇൻറ്റേർണൽ ഓർഗൻസോ അല്ലെങ്കിൽ ഗ്ലാൻസ്, ഇപ്പം മ്യൂക്കസ് പോലെയുള്ള സെക്രീഷൻ നടത്തുന്ന ഗ്ലാൻസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താ ഇൻസുലിൻ ഈസ്ട്രജൻ ഒക്കെ സെക്രീറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ദ സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. ഓക്കെ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് സെൻസ് ഓർഗൻസ് ആൻഡ് വോളണ്ടറി മസിൽസ്. അപ്പോൾ വോളണ്ടറി മസിൽസൊക്കെ ആയിട്ട്, വോളണ്ടറി മസിൽസൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ മസിൽ കൺട്രാക്ട് ചെയ്യണം, ചുരുക്കണം, അങ്ങനെയൊക്കെ വേണ്ടുന്ന സാഹചര്യത്തിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഈസ് ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഈസ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ഡിവിഷൻ. സോ അറോസിങ് ആൻഡ് കാമിങ് എന്ന് പറയും. ആൻഡ് ദ സൊമാറ്റിക് നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദി സെൻസ് ഓർഗൻസ് ആൻഡ് വോളണ്ടറി മസിൽസ്. അത് ഓൾറെഡി വി സീൻ ദാറ്റ്. ആൻഡ് ദിസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്, ദാറ്റ് ഈസ് സെൻസറി ആൻഡ് മോട്ടോർ. ദാറ്റ് ഈസ് അഫറൻറ്റ് ആൻഡ് ഡെഫറൻറ്റ് എന്ന് പറയും. ഒറ്റ വേർഡിലുള്ള വ്യത്യാസമാണ്, അതായത് വലതും ഇടതും അങ്ങനെയുള്ള അഫറൻറ്റ് ആൻഡ് ഡെഫറൻറ്റ്. നെർവസ് സിസ്റ്റം സെൻസറി ഇൻപുട്ട് ആൻഡ് മോട്ടോർ ഔട്ട്പുട്ട്. അതായത് സെൻസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻസറി നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ഇൻപുട്ടിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. സെൻസറി ഇൻപുട്ട് ഏതാണ്? ഇപ്പോൾ നമ്മുടെ മുൻപിലൊരു പാത്രം ഇരിക്കുകയാണ്, അതിനകത്ത് ഹോട്ട് വാട്ടറാണ്. അപ്പോൾ നമ്മളത് കൈകൊണ്ട് തൊടുമ്പോൾ നമ്മൾ സെൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് അത് സെൻസ് ചെയ്യുകയാണ്, ഇത് ചൂടുവെള്ളമാണ് എന്ന് സെൻസ് ചെയ്യുകയാണ്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സെൻസറി നെർവസ് സിസ്റ്റം. അതാണ്. ഇനി അടുത്തത് മോട്ടോർ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഔട്ട്പുട്ട്. എന്താണ് അത്? ചൂടാണെന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ കൈ വലിച്ചല്ലേ, നമ്മൾ കൈ പുറകിലേക്ക് വലിച്ചു. അപ്പോൾ അതാണ് മോട്ടോർ ഔട്ട്പുട്ട് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ മോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? സെൻസറി ഉണ്ട്, മോട്ടോർ ടൈപ്പ് ഉണ്ട്,
മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്, അത് സിമ്പതറ്റിക് ആൻഡ് പാരസിമ്പതറ്റിക് ആണ്. ഇത് ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ അതർ പാർട്സ് ഓഫ് ദി ബോഡി ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ക്രേനിയൽ നെർവ്സ് അറൈസിംഗ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ നെർവ്സ് അറൈസിംഗ് ഫ്രം ദി സ്പൈനൽ കോഡ്. സോ നമുക്കറിയാം ഏറ്റവും മെയിനായിട്ടുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. സാർ നേരത്തെ പറഞ്ഞെടുത്തു. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ വി ഓൾറെഡി സീൻ ദാറ്റ് ഇഫ് എ സെൻസറി ഇൻപുട്ട് ഈസ് കം ഇറ്റ് ഈസ് കെയിം ടു ദി എവിടെയാണ്, സ്പൈനൽ കോഡിലേക്കാണ് വരുന്നത്. ദെൻ ഇറ്റ് ഗോയിങ് ടു ദി ബ്രെയിൻ. ഓക്കെ, ഇനി ഒരിക്കലും ഈ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനിലേക്കും ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് കേസിൽ ഒരു റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻസറി ഇൻപുട്ടിനെതിരെ ഔട്ട്പുട്ട് വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്. ഏത്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും എന്ന് പറയുന്ന പാർട്ടാണ് നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്പൈനൽ കോഡിന് എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ട് പറയൂ, എത്ര സെഗ്മെൻ്റ് ഉണ്ട്? അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇറ്റ് ഈസ് 31 ആണ്. 31 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ 31 സെഗ്മെൻറ്റ്സ് വരുന്നത്? ഈ ഓരോ സെഗ്മെൻറ്റിനും ഓരോ പേരുണ്ട്. സെർവിക്കൽ സെഗ്മെൻറ്റ്, അത് 8 സെഗ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെർവിക്കൽ സെഗ്മെൻറ്റ്സ്. അടുത്തത് തൊറാസിക് എന്ന് പറയുമ്പോൾ 12 സെഗ്മെൻറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ 12 നെർവ്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ലംബാർ 5, സാക്രൽ 5 ആൻഡ് ഓക്സിജിയൽ 1. സോ ദ ടോട്ടൽ ഈസ് 31. ഓക്കെ, സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 31 നെർവ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പൈനൽ കോഡിലാണ് കാണുന്നത്, അപ്പോൾ സെഗ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. സോ സെഗ്മെൻറ്റ്സിൻ്റെ പേരാണ് സെർവിക്കൽ, തൊറാക്സിക്, ലംബർ, സാക്രൽ ആൻഡ് ഓക്സിജിയൽ. സോ റിമെമ്പർ ദി നമ്പർ ഓൾസോ 8, 12, 5, 5, 1. So total number is 31. Okay, but the peripheral nervous system അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേനിയൽ നെർവ്സ് ആണ്. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് എന്താ, അതാണ് അതിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ബ്രെയിനിൽ നിന്നും ബോഡി പാർട്സ്, ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് നെർവ്സ് പോയിരിക്കുന്നത്, അതിൻ്റെ ഒരു കോർഡിനേഷനാണ്. അപ്പോൾ 12 പേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ അതർ പാർട്സ് ഓഫ് ദ ബോഡി ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദി പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ക്രേനിയൽ നെർവ്സ്. ഓക്കെ, ആ 12 ക്രേനിയൽ നെർവ്സ് ആണ് പെരിഫറൽ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ അതാണ് ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഓക്കെ, അറൈസിംഗ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ നെർവ്സ് അറൈസിംഗ് ഫ്രം ദി സ്പൈനൽ കോഡ്. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. നെർവസ് സിസ്റ്റം, ഇറ്റ് ഈസ് ഓഫ് 2 types, ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം CNS ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം carries message to and from the CNS. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? മെസ്സേജസ് CNSലേക്കും അവിടെ നിന്നും പാസ് ചെയ്യുന്ന ആളാണ് ആര്? പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്താണ് ചെയ്യുന്നത്? കണക്ട്സ് ബ്രെയിൻ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ സൊമാറ്റിക്, ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ദാറ്റ് ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? കൺട്രോൾ വോളണ്ടറി മസിൽസ് ആൻഡ് ട്രാൻസ്മിറ്റ് സെൻസറി ഇൻഫർമേഷൻ ടു ദി CNS. ഇപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ടുള്ള മസിൽസ് ഉണ്ട് അല്ലേ, നമുക്ക് കൈ ചുരുക്കാൻ തോന്നുമ്പോൾ ചുരുക്കാം, കൈ നീട്ടാമെന്ന് തോന്നുമ്പോൾ തോന്നാം, അതാണ് വോളണ്ടറി നമ്മുടെ ആക്ഷൻ അനുസരിച്ച്. ആൻഡ് ട്രാൻസ്മിറ്റ്സ് സെൻസറി ഇൻഫർമേഷൻ ടു ദി CNS. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സെൻസറി ഇൻഫർമേഷൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് ആരാണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. അതായത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലുള്ള നെർവസ് സിസ്റ്റമാണ്. സോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് ഇൻവോളണ്ടറി ബോഡി ഫങ്ഷൻസ്. ഇപ്പോൾ സെക്രീഷൻസ്, ഗ്ലാൻസിൻ്റെ ഡിഫറെൻറ്റ് സെക്രീഷൻസ്, പിന്നെ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ, അപ്പോൾ ഇതൊക്കെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷനാണ്, നമ്മുടെ പരിധിയിലുള്ളതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇത് ഓട്ടോണോമിക് ആണ്.
ആൻഡ് ഈ ഓട്ടോണോമിക്കിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ എന്താണ്? അറൂസസ് ബോഡി ടു എക്സ്പെൻഡ് എനർജി. അറൂസസ് എന്നാൽ നേരത്തെ പറഞ്ഞ അറൂസസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഇവിടെയാണ് വരുന്നത്. അറൂസസ് ബോഡി ടു എക്സ്പെൻഡ് എനർജി. ഓക്കെ. പാരസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാംസ് ബോഡി ടു കൺസേർവ് ആൻഡ് മെയിൻറ്റെയിൻ എനർജി. ഓക്കെ, രണ്ടിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കും. സോ ഇനി നമ്മൾ പോകുന്നത് ബ്രെയിൻ പഠിച്ചു അല്ലേ. ബ്രെയിൻ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണെന്ന് പറഞ്ഞു. സോ അല്ല, ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണെന്ന് പറഞ്ഞു നെർവസ് സിസ്റ്റത്തിൽ. സോ ഇനി നമ്മൾ അതിൻ്റെ പാർട്സ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഹ്യൂമൻ ബ്രെയിൻസ് and their different parts and its each functions. Okay, so human brain has three major parts, that is forebrain, midbrain and hindbrain. Okay, from the name we can understand where it is located. Okay, forebrain എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, ഫ്രണ്ട് എന്നാണ് ഫോർ എന്ന വാക്കിൻ്റെ അർത്ഥം. മിഡ് എന്ന് പറയുമ്പോൾ മിഡിൽ റീജിയണിൽ. ആൻഡ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് കാണുന്ന ബ്രെയിനാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡീറ്റെയിലി ഇൻ ഈച്ച് ഓഫ് ദി ബ്രെയിൻസ്. സോ ഫോർബ്രെയിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ പിക്ചറിൽ. ആൻഡ് ദ മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഹൈൻഡ് ബ്രെയിൻ ആണ് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന റെഡ് പോർഷൻ, നമ്മുടെ പ്രോസെൻസെഫാലോൺ അല്ലെങ്കിൽ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നു. ആൻഡ് ദ മീസെൻസെഫാലോൺ ഈസ് ദ മിഡ് ബ്രെയിൻ ആൻഡ് ദ റോംബെൻസെഫാലോൺ ഈസ് ദ ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ആൻഡ് ഇറ്റ് കണക്റ്റഡ് ടു ദി സ്പൈനൽ കോഡ്. സോ ഈ പിക്ചർ സാറ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രെയിൻ്റെയും ഫങ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കൈ ചുരുക്കുകയും മറ്റേതും കൈ ചുരുങ്ങുന്നതും അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ കൈ വലിക്കുന്നതും മാത്രമല്ല നമുക്കുണ്ടാകുന്ന സെൻസറി ഇൻപുട്സ് അല്ലെങ്കിൽ സെൻസറി ആക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ പടം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ വി വിൽ ഡിസ്കസ് ദ പോയിൻറ്റ്സ്. സോ ഫോർ ബ്രെയിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിങ്കിങ് ആൻഡ് മെമ്മറി സ്റ്റോറേജ്, കൺട്രോൾ ദ വോളണ്ടറി ആക്ഷൻസ്. ഓക്കെ, തിങ്കിങ് ആൻഡ് മെമ്മറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫോർ ബ്രെയിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ തോട്ട്സും അത് സ്റ്റോർ ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഫോർ ബ്രെയിൻ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് കൺട്രോൾസ് ദി വോളണ്ടറി ആക്ഷൻ. ഇപ്പോൾ വോളണ്ടറി ആക്ഷനിലാണ് എന്താ പറയുന്ന നേരത്തെ കണ്ട പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുന്നത്. സോ വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഫോർ ബ്രെയിൻ ആണെന്ന് സൂചിപ്പിക്കാനാണ് ആ പിക്ചർസ് ഇൻക്ലൂഡ് ചെയ്തത്. സോ സെൻറ്റർ അസോസിയേറ്റഡ് വിത്ത് ദി ഹങ്കർ and receives sensory impulses from various body parts. So these are the main functions of the forebrain. And the midbrain functions include, it is a part of the central nervous system associated with vision, arousal, അതായത് അലേർട്ട്നെസ് എന്നാണ് അറോസലിൻ്റെ വേർഡിൻ്റെ അർത്ഥം. അലേർട്ട്നെസ്, മോട്ടോർ കൺട്രോൾ, സ്ലീപ്പ് വേക്ക്, ഹിയറിംഗ് ആൻഡ് ടെമ്പറേച്ചർ റെഗുലേഷൻ. all these are responsible for midbrain. അല്ലെങ്കിൽ ഈ ഫങ്ഷനെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? മിഡ് ബ്രെയിനാണ്. സോ ഹൈൻഡ് ബ്രെയിൻ, നെക്സ്റ്റ് ഈസ് ദ ഹൈൻഡ് ബ്രെയിൻ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദി പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദി ബോഡി. അല്ലെങ്കിൽ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഹൈൻഡ് ബ്രെയിനാണ്. കൺട്രോൾ ബോഡി മൂവ്മെൻറ്റ് ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസ്, എക്സാമ്പിൾസ് സലൈവേഷൻ, ബ്ലഡ് പ്രഷർ, വോമിറ്റിംഗ്, ഇതൊക്കെ ആയിട്ടുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈൻഡ് ബ്രെയിനാണ്. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ റെഗുലേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. സോ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഇത്ര ഡീറ്റെയിൽ. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഓർ ജസ്റ്റ് ഫോർ യുവർ നോളജ്, the forebrain has different three parts, that is cerebrum, hypothalamus and thalamus. And the midbrain has the tectum, tegmentum, and the hindbrain and the hindbrain, the cerebellum and medulla and pons. These are the main parts of each brains. So from the picture you can understand each of the parts: cerebrum, cranium, midbrain, okay, hypothalamus, pituitary gland, hindbrain, pons, medulla, cerebral, spinal cord, etc. Okay.
സോ ഇനി നമ്മൾ ബ്രെയിൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. എങ്ങനെയാണ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഈ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്രേനിയം അല്ലെങ്കിൽ ബ്രെയിൻ്റെയൊക്കെ കവറിങ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്ഷതമൊന്നും കൂടാതെ മെക്കാനിക്കൽ ഇഞ്ചുറീസ് ഒന്നും പറ്റാതെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ നമുക്കറിയാം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടല്ലേ. നമ്മുടെ ഇപ്പോൾ ഹെയർ ഉണ്ട്, അത് കഴിയുമ്പോൾ സ്കാൽപ്പ് ഉണ്ട്, അത് കഴിയുമ്പോൾ തലയോട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന പോർഷനുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വേറെയും കുറേ ലെയേഴ്സ് ഉണ്ട്. So we going to see the each of the layers that helps to protect the brain, helps in protection of the brain. Okay, so first we are going first എന്ന് പറയുന്നത് സ്കാൽപ്പ് ആണല്ലേ. സ്കാൽപ്പ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തലയോട്ടിയുടെ മുകളിലുള്ള അല്ലെ തൊലി സ്കാൽപ്പ്, അവിടെ നിന്നാണ് ഹെയർസ് ഉണ്ടാകുന്നത്. ദെൻ ദ സ്കള്ളിൽ വേറൊരു ലെയേഴ്സും വരുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാം. ആൻഡ് ദെൻ ദി മെനിഞ്ചസ് വരുന്നു. നമുക്ക് ഓരോ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. എ ബോണി ബോക്സ് നോൺ ആസ് ക്രേനിയം കവേഴ്സ് ദി ബ്രെയിൻ. ക്രേനിയം എന്ന് പറയുന്ന കവറിങ്ങിനാണ് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. The brain is covered by 3 protective layers called meninges. മെയിനായിട്ടും ബ്രെയിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കവറിങ് എന്ന് പറയുന്നത് എന്താണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനാണ്. ഏതൊക്കെയാണത്? ഡ്യൂറ മാറ്റർ, സാർ അവിടെ റൗണ്ടിൽ വരച്ചിട്ടുണ്ട്, അരാക്നോയിഡ് മാറ്റർ ആൻഡ് പിയ മാറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ബ്രെയിനിൻ്റെ ഉൾവശം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന 3 ലെയേഴ്സ്. And spaces between the meninges is filled with a fluid called cerebrospinal fluid. സോ ഒരു ഫ്ലൂയിഡ് ഇതിനിടയ്ക്കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാണ്, വെള്ളത്തിൽ വെച്ചിട്ട് ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ, നമ്മളൊരാളെ ഇടിക്കുകയാണെങ്കിൽ അത്ര ആഘാതം നമുക്ക് കരയിൽ നിന്ന് ഇടിക്കുമ്പോഴുള്ള ആഘാതം വെള്ളത്തിൽ വെച്ച് കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് ഫ്ലൂയിഡിറ്റി ഉള്ളത് കൊണ്ടാണ് അത്രയും ആഘാതം കുറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. സോ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നൊക്കെ ബ്രെയിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദിസ് ഫ്ലൂയിഡ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ അഗെയിൻസ്റ്റ് ഷോക്സ് ആൻഡ് മെക്കാനിക്കൽ ഇഞ്ചുറീസ്. ദിസ് ഫ്ലൂയിഡ് ഓൾസോ മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻ ആൻഡ് അറൗണ്ട് ദി ബ്രെയിൻ. ഓക്കെ, സോ ഇതാണ് മെനിഞ്ചസ് എന്ന് പറയുന്ന മെയിൻ പാർട്ട്. ഓക്കെ, ബ്രെയിൻ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മെനിഞ്ചസിൻ്റെ ഈ 3 ലെയേഴ്സും, അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ സ്കാപ്പ്, സ്കള്ള്, അതിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡസ് നെർവസ് ടിഷ്യൂസ് കോസ് ആക്ഷൻ. സോ ഇൻ ദ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ് നമ്മൾ ഓൾറെഡി സീൻ ചെയ്തതാണ്. ഒരു നെർവസ് ഇമ്പൾസ് വരുന്നു, മൈറ്റോകോൺട്രിയസും ഇതിൽ എങ്ങനെയാണ് പിന്നീട് ന്യൂറോൺസിലേക്ക് അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സ് ആ സെൻസറി ഇൻപുട്ടിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോകുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് മോട്ടോർ ന്യൂറോൺസ് വഴി റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. സോ അത് തന്നെയാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് വന്നു, ഇന്നൊരു ഹോട്ട് വാട്ടർ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ആ മെസ്സേജാണ് സിനാപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിനാപ്സസ് മോട്ടോർ ന്യൂറോണിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നു. മോട്ടോർ ന്യൂറോണിൽ നിന്ന് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകും. ഓക്കെ, സോ ഫ്രം ദിസ് പോർഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എ പാർട്ട് ക്വസ്റ്റ്യൻ വരാനുള്ളത്, മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺ ഓഫ് അവർ ബോഡി ഈസ് ഏത് ടൈപ്പാണ്? യൂണിപോളാർ ആണോ, സ്യൂഡോ യൂണിപോളാർ ആണോ, ബൈപോളാർ ആണോ, മൾട്ടിപോളാർ ആണോ? സോ ഓൾറെഡി വി സീൻ ദാറ്റ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് പോളറൈസേഷൻ അല്ലേ. ന്യൂറോൺസിൻ്റെ നമ്മൾ കണ്ടതാണ് ഡിഫറെൻറ്റ് ബ്രാഞ്ചിലായിട്ടുള്ളത്. ഡെൻഡ്രൈറ്റ്സിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് സ്ട്രക്ചർ ഓഫ് ദി ന്യൂറോൺ. ഫ്രം ദാറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ വി ക്യാൻ tick the option multipolar. Okay, so this for today. You must study the portions very quickly. If you have any doubt,
you can contact me personally. Okay, any terminologies doesn't get to you, you can contact me personally. Thank you all.